ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡ്ലൻ സ്നോ സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് അരിപ്പൊടിയാണ്. അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 80% വേവിച്ച് വെച്ച സേമിയമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ചെറിയ ബൗൾസാക്കി മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ ഇവിടെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്മൈലി ഇട്ട് കൊടുക്കാം. അതിനായി കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ഓരോ പീസ് എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഐയുടെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കയ്യിലെടുത്തിട്ട് ഹോളാക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ഐയുടെ പോർഷനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ അപ്പുറത്തെ ഭാഗത്തേക്കും വരുന്ന വിധമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് സ്മൈൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടുപ്പാണ്. ഇത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്തതും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതിവിടെ ലാസ്റ്റത്തേതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്നായി ഇട്ടുകൊടുത്തതിന് ശേഷം 2 ഭാഗവും നന്നായി മൊരിയിപ്പിച്ചെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ സ്നോ സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബൈ.